നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി നിയമവും മുൻപത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണുനീരും ഇന്ന് ചർച്ചയാകുമ്പോൾ അവിടെ കാലങ്ങളായി മറഞ്ഞിരിക്കുന്ന ചില രാഷ്ട്രീയ ചതികളുടെയും നിയമപരമായ അധികാരങ്ങളുടെയും കഥകൾ കൂടിയാണ്. കേരളത്തിലെ തീരദേശ ജനത, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജീവിക്കുവാനായി സമരം ചെയ്തപ്പോൾ അവർക്കൊപ്പം ആത്മാർത്ഥമായി നിന്ന ആരാണ്? വഖഫ് ബോർഡിൻ്റെ അനിയന്ത്രിതമായ അധികാരങ്ങൾ സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുവാൻ നിയമപരമായി കേന്ദ്ര സർക്കാരിന് ചില അധികാരങ്ങളുണ്ട്. നിലവിലുള്ള വഖഫ് നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടുവാൻ സാധിക്കും. എന്നാൽ അതിലും ശക്തമായി സാധാരണക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് വഖഫ് നിയമത്തിൽ വിവേചനങ്ങൾക്കെതിരെ പാർലമെൻറ്റിൽ പുതിയ ഭേദഗതി കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ ധീരത കാണിച്ചത്. വഖഫ് ബോർഡ് ഒരു ഭൂമി അവകാശപ്പെടുത്തിയാൽ അത് വഖഫ് ബോർഡിൻ്റേതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിന് തന്നെ നൽകുന്ന ആ പഴയ നിയമം മാറ്റി അത് കൃത്യമായി റവന്യൂ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുവാനുള്ള നിയമപരമായ നീക്കമാണ് കേന്ദ്രം നടത്തിയത്. ഭൂമി നഷ്ടപ്പെടുമെന്നും ഭീതിയിലായിരുന്ന ഒരു ജനതയ്ക്ക് കേന്ദ്രത്തിൻ്റെ ഈ നിയമപരമായ ഇടപെടൽ നൽകിയ കൃത്യമായ പിന്തുണ ആർക്കും നിഷേധിക്കുവാൻ കഴിയില്ല. എന്നാൽ കാലാകാലങ്ങളായി ക്രൈസ്തവ വോട്ടുകൾ വാങ്ങി അധികാരം ആസ്വദിച്ച കോൺഗ്രസ് ഈ വിഷയത്തിൽ എവിടെയായിരുന്നു? മുൻപത്തെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് അവർ ക്രൈസ്തവ ജനതയെ ചതിക്കുകയായിരുന്നോ എന്ന ചോദ്യം ഇന്നും ശക്തമാണ്. സാധാരണക്കാരെ രക്ഷിക്കുവാനുള്ള കേന്ദ്രത്തിൻ്റെ ഈ പുതിയ നിയമ ഭേദഗതി നീക്കങ്ങളെ പാർലമെൻറ്റിൽ നഖശിഖാന്തം എതിർത്തുകൊണ്ട് തങ്ങളെ വിശ്വസിച്ച ഒരു ജനവിഭാഗത്തെ കോൺഗ്രസ് രാഷ്ട്രീയമായും ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇവിടെയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വിരോധാഭാസമായ ആ ചോദ്യം ഉയരുന്നത്. തങ്ങളെ സഹായിക്കുവാൻ കൈനീട്ടിയ, തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുവാൻ ശക്തമായ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെ ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയമായി വേണ്ടത്ര പിന്തുണച്ചോ? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പഴയ കെണികളിൽ വീണ് തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കാതെ പോയി. കേന്ദ്രത്തിൻ്റെ ഇത്തരം ആത്മാർത്ഥമായ ഇടപെടലുകൾ വോട്ടുകളിലൂടെയുള്ള പ്രതിഫലനം നൽകുവാൻ ക്രൈസ്തവർ വോട്ടർമാർ മടിച്ചു നിന്നു. സഹായിച്ച കൈകളെ തള്ളിപ്പറയുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആർക്കാണ് ഗുണം ചെയ്യുക? സാധാരണക്കാരുടെ കണ്ണുനീർ ഒപ്പുവാൻ നിയമത്തിൻ്റെ നിലപാടുകളെ വോട്ടു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവഗണിച്ചാൽ നാളെ ഇത്തരം പ്രതിസന്ധികളിൽ ആര് കൂടെയുണ്ടാകും എന്ന വലിയൊരു ചോദ്യം ബാക്കിയാവുകയാണ്. വരും ദിവസങ്ങളിൽ കേരളം ചിന്തിക്കേണ്ട വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതാണ്. തുടർ വാർത്തകളുമായി വീണ്ടും കാണാം.